വെൽക്കം ബാക്ക് അവർ ചാനൽ. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, കുട്ടികളെല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ആദ്യം തന്നെ നിങ്ങളിപ്പോൾ 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് മാറിയിട്ടുള്ള നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ 2 നിർദ്ദേശങ്ങളുണ്ട്, അത് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേതാണ് ഗതിവിധി ഏക് ക ഉത്തർ ലിഖിന അനിവാര്യ ഹേ. നമ്മൾ പണ്ട് പറയുന്നത് പോലെ തന്നെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, അത് നിർബന്ധമായിട്ടും കുട്ടികൾ എഴുതിയിരിക്കണം. ഇനി രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? 2 से 6 तक की गतिविधियों में से किन्हीं 4 का उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. അതായത് നിങ്ങൾ ടോട്ടൽ 5 ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്യണം. 25-ലാണ് എക്സാം ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പോവാം, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഗണ്ട് പടേ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഖണ്ഡിക വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒന്ന് വായിക്കാം. ഗുഡ്ഡു ഔർ ഗുട്ടലി ഏക് ബർസാത്തി നാലേമേ ഗഡേദേ. ഗുഡ്ഡുവും ഗുഡലിയും ഒരു ഒഴുകുന്ന അരുവിയിൽ നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ ഗുട്ടനെ ചൂ രഹാദ. അവരുടെ മുട്ടോളം വെള്ളമായിരുന്നു. ദോനോം ഇരുവരും പത്തേക്ക് നാവ് തൈറാനേക്ക് കോശിഷ് കർ രഹേദേ. അവരെന്ത് ചെയ്തു? പത്തേക്ക് നാവ് ഇല കൊണ്ടുള്ള വഞ്ചി ഉണ്ടാക്കി നീന്തിക്കടക്കാൻ കോശിഷ് കർ രഹേദേ ശ്രമിച്ചു. നാവ് മേ കുച്ച് സവാരിയാമ്പി ജബർദസ്തി ബൈഠായി ഗയി. അപ്പോൾ ആ വഞ്ചിയിലേക്ക് കുച്ച് സവാരിയാം കുറച്ച് യാത്രക്കാർ ജബർദസ്തി അതായത് നിർബന്ധപൂർവം അതിൽ അതിക്രമിച്ചിട്ട് ബൈഠായി ഗയി അതിൽ കയറിയിരുന്നു. അപ്പോൾ അവർ വഞ്ചി ഉണ്ടാക്കി അതിൽ തുഴഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ അവരെ കൂടാതെ കുറച്ച് പേര് അതിൽ കയറിയിരുന്നു. ആരൊക്കെയാണ്? ഏക്ക് ചീണ്ട ഒരു ഉറുമ്പ്. കോസം കെ പേട് പർ രഹിനെ വാല ഏക്ക് ലാൽ കാല കീട. കോസം കെ പേട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലമ്മാണത്. ആ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ലാൽ കാല കീട ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു പുഴു, നമ്മുടെ തേരട്ടയൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു പുഴുവും. പിന്നെ ഏക്ക് കെഞ്ചുവ എന്ന് പറഞ്ഞാൽ മണ്ണിരയും. ഇവരൊക്കെയാണ് അതിൽ കയറിയിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ആ വഞ്ചിയിൽ കയറിയിരുന്നത് എന്ന് ചോദിച്ചാൽ ചീണ്ടി, പിന്നെ കീട, കെഞ്ചുവ, പിന്നെ തീൻ സവാരിയ, അങ്ങനെ 3 യാത്രക്കാർ അതിൽ കയറിയിരുന്നു. ബൈറ്റ് ചുക്കീതി അതിലിരുന്നു കഴിഞ്ഞിരുന്നു 3 യാത്രക്കാർ. തബി ഗുഡ്ഡു കോ ഏക്ക് ചോട്ടാ മേട്ടക്ക് ദിക്ക. അപ്പോൾ ഗുഡ്ഡുവിനെ ഒരു മേട്ടക്ക് ദിക്ക, മേട്ടക്ക് എന്ന് പറഞ്ഞ തവള, ഒരു തവള കണ്ടു. അപ്പോൾ ഇതാണ് പാസേജ്. അപ്പോൾ ഈ പാസേജിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താണ് പാസേജ്? ഗുഡ്ഡുവും ഗുട്ടിലും കൂടിയിട്ട് വെള്ളത്തിൽ ഒരു അരുവിയിൽ നിൽക്കുമ്പോൾ വെള്ളത്തിന് ശക്തമായി, അപ്പോൾ വെള്ളം കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? അവിടുന്ന് വേഗം കടക്കുന്നതിന് വേണ്ടി ഒരു ഇലയുടെ വഞ്ചി ഉണ്ടാക്കി. ആ വഞ്ചിയിൽ പോകാൻ നേരത്ത് 3 പേര് അതിൽ കയറിയിരുന്നിരുന്നു. ആരൊക്കെയാണ് 3 പേര്? ഒരു ചുവപ്പും കറുപ്പുള്ള ഒരു തരം പുഴു, പിന്നെ ഒരു മണ്ണിര, പിന്നെ ഉറുമ്പ്. ഇവർ 3 പേരും കയറിയിരുന്നു. ആ സമയത്താണ് ഗുഡ്ഡുവിനെ ഒരു തവള കണ്ടത്. ഓക്കെ, ഇതാണ് പാസേജ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡ്ഡു ഔർ ഗുട്ടലി കഹാം ഗഡേദേ. ഗുഡ്ഡുവും ഗുട്ടലിയും എവിടെയാണ് നിന്നിരുന്നത്? ആൻസർ ഓപ്ഷൻസ് വായിക്കാം. താലാബുമേം കുളത്തിൽ, നദീമേം നദിയിൽ, ബർസാത്തി നാലേമേ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഒഴുകി വരുന്ന അരുവി. അപ്പോൾ ഈ ബർസാത്തി നാലെ എന്ന വാക്ക് നമ്മുടെ പാസേജിൽ കണ്ടു അല്ലേ? ഇത് നമ്മുടെ ഫസ്റ്റത്തെ വരിയിലുണ്ട് അല്ലേ, ബർസാത്തി നാലെ. അപ്പോൾ കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ആൻസർ ബർസാത്തി നാലെ. അപ്പോൾ 1 മാർക്ക് കേട്ടോ ഈ ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദോനോം കിസ്കി നാവ് തൈറാനേക്ക് കോശിഷ് കർ രഹിതേ. 2 പേരും എന്ത് തരം വഞ്ചി തുഴഞ്ഞു പോവാനാണ് ശ്രമിച്ചത്? എന്ത് തരം വഞ്ചിയാണ്? ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. പത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇല കൊണ്ടുള്ള, കാഗസ്കി പേപ്പർ കൊണ്ടുള്ള, ബാസ്കി മുള കൊണ്ടുള്ള. അപ്പോൾ എന്താണ് ആൻസർ? ഇവിടെ നമ്മുടെ പാസേജിൽ നോക്കിയാൽ കാണാം അല്ലേ, പത്തേക്ക് നാവ് ഇല കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ പത്തേക്ക് എന്ന് എഴുതുക. അപ്പോൾ 2 മാർക്ക് കിട്ടിയേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാവുമേ കിത്തനി സവാരിയ ബൈറ്റ് ചുക്കീതി. വഞ്ചിയിൽ എത്ര യാത്രക്കാർ ഇരുന്നിരുന്നു? ആൻസർ ഇവിടെ ദോ ഉണ്ട്, തീൻ ഉണ്ട്, ചാറുണ്ട്. അപ്പം നമ്മുടെ ആൻസർ തീനാണ് അല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, നാവ് കാ സമാനാർത്ഥ ശബ്ദ ഹേ.
വഞ്ചി എന്നതിന് വേറൊരു വാക്ക് സമാന പദം ഏത്? ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. നൗക, പാനി, മേഘ്. ആൻസർ നൗക. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിസ്കോ ഛോട്ടാ മേട്ടക് ദിഖ? ആരെയാണ് ആ തവള കണ്ടത്? ഛോട്ടാ മേടക്, ചെറിയ തവള ആരെയാണ് കണ്ടത്? ഇവിടെ ആൻസർ ഗുഡ്ഡുക്കോ. അതും ഈ പാസേജിലുണ്ട്, ലാസ്റ്റത്തെ വരി. തബി ഗുഡ്ഡുക്കോ എക് ഛോട്ടാ മേടക് ദിഖ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നമുക്ക് ടോട്ടൽ 5 മാർക്ക് കിട്ടും. ഇനി ഗതിവിധി 2 ചെയ്യാം കേട്ടോ. ഗതിവിധി 2, ഒരു കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ വായിച്ചിട്ട് ആൻസർ എഴുതാനാണ്. ബയാ ഹമാരി ചിടിയാ റാണി तिनके लाकर महल बनाती, ऊंची डालों पर लटकाती, गेतेम से फिर दाना लाती, നദിയും സേ ബർലാത്തി പാനി. നമുക്ക് പഠിക്കാനുള്ള വരികളാണ് അല്ലേ, അപ്പം നമ്മുടെ പാഠത്തിലെ വരികളാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. കവിതാംശ സേ തുകാന്ത് ശബ്ദ് ചുൻകർ ലിഖേ. ഈ കവിതയിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. അതായത് ഏറ്റവും ലാസ്റ്റത്തെ വാക്ക് സെയിം അതേപോലെ 2ാമത്തെ വരിയിലും വന്നാൽ അതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ആൻസർ ബനാത്തി, ലട്കാത്തി. അത് എഴുതാം കേട്ടോ. അതുപോലെ റാണി, പാനി. അപ്പോൾ നിങ്ങൾ തുകാന്ത് ശബ്ദം അവിടെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയലിഖി. നമ്മുടെ ഈ ഒരു പാഠത്തിൻ്റെ ആശയം എഴുതാനാണ് കേട്ടോ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ബയാ ഹമാരി ചിടിയാ റാണി എന്ന പാഠത്തിൻ്റെ ആശയമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ പാഠത്തിൻ്റെ പേര് കൊടുക്കാം, അതല്ലെങ്കിൽ കവിതാക്ക ആശയം എന്ന് കൊടുക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ബയാ ഹമാരി ചിടിയാ റാണി മഹാദേവി വർമ്മയ്ക്ക് ഏക്ക് സുന്ദർ കവിത ഹേ. ബയാ ഹമാരി ചിടിയാ റാണി എന്നത് മഹാദേവി വർമ്മയുടെ ഒരു സുന്ദരമായ കവിതയാണ്. സെക്കൻഡ് പാരഗ്രാഫ്, യഹ് കവിത ജീവജന്തുവോं के प्रति बहुत अधिक लगाव रखने वाली है. ഈ കവിത ജീവജാലങ്ങളോട് വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരു കവിതയാണ്. इसमें कवयित्री ने 2 बच्चों का उनके आंगन में आई बया के साथ लगाव का चित्रण किया है. ഇവിടെ കവയത്രി 2 കുട്ടികളിൽ അവരുടെ മുറ്റത്ത് വരുന്ന ഒരു കുരുവിയുടെ സാത്ത് കാണിക്കുന്ന ഒരു അടുപ്പത്തെയാണ് ചിത്രീകരിക്കുന്നത്. ബയ തിൻകെ ലാക്കർ പേട് കി ഡാൽ പർ ഗോസല ബനാത്തി ഹേ. കുരുവി പുൽനാമ്പ് കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ കൂടുണ്ടാക്കുന്നു. ബച്ചെ ആംഗൻ മേ പാനി ഔർ ദാന രക്തേ ഹേ. കുട്ടികൾ അവയ്ക്ക് കൊടുക്കാൻ വെള്ളവും ധാന്യവും മുറ്റത്ത് വയ്ക്കുന്നു. താക്കി ബയ വഹാംസെ ദൂർ ന ജായേ. എന്തുകൊണ്ടെന്നാൽ ആ കുരുവി അവിടെ നിന്ന് ദൂരെ പോവാതിരിക്കാൻ വേണ്ടിയാണ്. യഹാം കവയത്രി ഉസ് ചിടിയ കെ പ്രതി ലഗാവ് ഔർ പ്യാർ ദർശായ ഹേ. ഇവിടെ കവയത്രി ആ പക്ഷിയോടുള്ള സ്നേഹവും അടുപ്പവുമാണ് കാണിക്കുന്നത്. ഇസ് കവിത മേ ഉനോംനെ മനുഷ്യക്കോ ദുനിയാ കെ അന്യ പ്രാണിയോം സേ ബി. ഇവിടെ കവി മനുഷ്യനെ ലോകത്തിലുള്ള അന്യ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹക്കി ഭാവന, സ്നേഹത്തിൻ്റെ ഒരു ഭാവനയാണ് ഉണ്ടാവണമെന്ന സന്ദേശ് ദിയാ ഹേ എന്ന സന്ദേശമാണ് ഈ കവിതയിൽ നിന്നും കിട്ടുന്നത്. കൂട്ടുകാരെ, ഇനി നമുക്ക് 3ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന, ഗണ്ട് പടേ ഔർ പ്രശ്നംക്ക് ഉത്തർ ലിഖേ. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പാസേജ് വായിക്കാം. നിമ്മി കാ കൽ ബർത്ത്ഡേ ദ. ഇന്നലെ നിമ്മിയുടെ പിറന്നാളായിരുന്നു. ആജ് സുബഹ് സേ വോ തോഹ്ഫോം കോ ഗോൽ ഗോൽ കർ ദേഖ്നെ മേ ലഗി ഹേ. ആജ് സുബഹ് സേ, ഇന്ന് രാവിലെ മുതൽ, വോ അവൾ, തോഹ്ഫോം കോ, തോഹ്ഫ എന്ന് പറഞ്ഞ ഗിഫ്റ്റുകൾ, ഗോൽ ഗോൽ കർ ദേഖ്നെ മേ ലഗി ഹേ, ഗിഫ്റ്റുകളൊക്കെ തുറന്നു നോക്കുകയായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. വിനോദ് അങ്കിൾ കൊടുത്ത ബർത്ത്ഡേ കാർഡ് വളരെ സുന്ദരമായിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. ഈ ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ബർത്ത്ഡേ കാർഡ് की विशेषताओं पर निम्मी और सहेली रीना के बीच बातें होती है. ഈ ബർത്ത്ഡേ കാർഡിനെ കുറിച്ച് നിമ്മിയും സഹേലി റീന, സഹേലി എന്ന് പറഞ്ഞ കൂട്ടുകാരി റീനയും തമ്മിൽ ബാത്തേ ഹോത്തി ഹേ, സംസാരിക്കുന്നു. വഹ് ബാത്ചീത്ത് തയ്യാർ കരേ. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം, കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഇവിടെ കൂട്ടുകാരോട് നിമ്മിയും റീനയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് ഫസ്റ്റത്തെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, റീന എന്ന് പറഞ്ഞിട്ട്. അരേ നിമ്മി കൽ ബർത്ത്ഡേ ദാന.
ഹലോ നിമ്മി, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നില്ലേ? ജന്മദിൻ മുബാറക് ഹോ. നിനക്ക് എൻ്റെ ജന്മദിനാശംസകൾ. അപ്പൊ നിമ്മി, ബഹുത് ശുക്രിയ, വളരെ നന്ദി. അപ്പൊ റീന, ബർത്ത്ഡേ കൈസാദാ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ? നിമ്മി, ബഹുത് അച്ചാദാ, വളരെ നല്ലതായിരുന്നു. അപ്പൊ റീന, തുമേ ക്യാ ക്യാ ഉപഹാർ മില, നിനക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി? അപ്പൊ നിമ്മി പറയാണ്, കൈ ഉപഹാർ മില, കുറേ ഗിഫ്റ്റ് കിട്ടി. ഉസ്മേ വിനോദ് അങ്കിൾക്ക ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. അപ്പൊ നമ്മൾ ഞാനൊരു സെന്റൻസ് നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, വിനോദ് അങ്കിൾക്ക ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. ഈ ഒരു സെന്റൻസ് നമ്മളിവിടെ എഴുതാട്ടാ. ഇനി അപ്പൊ റീന പറയാണ്, അച്ഛാ ദിക്കാവോ മുജെ, ആണോ, എനിക്കൊന്ന് കാണിക്കൂ. അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കൂട്ടുകാരത് നമ്മുടെ പാഠത്തിൽ അങ്ങനെ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ ദിയ, വിനോദ് അങ്കിൾ നിമ്മിക്ക് എന്ത് കൊടുത്തു? ഓപ്ഷൻസ് ഉണ്ട്, പുസ്തകം, ബർത്ത്ഡേ കാർഡ്, ഗിലൗന. ഗിലൗന എന്ന് പറഞ്ഞാൽ ടോയ് ആണ് കേട്ടോ, കളിപ്പാട്ടം. അപ്പോൾ ഇതിൻ്റെ എന്താ കൊടുത്തത്? ബർത്ത്ഡേ കാർഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റിനും കൂടിയിട്ട് 5 മാർക്ക് കേട്ടോ. അതായത് കോൺവെർസേഷൻ എഴുതിയാൽ 4 മാർക്കും, വിനോദങ്ങൾ കൊടുത്ത ഉപഹാരം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ 1 മാർക്കും, അങ്ങനെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഗതിവിധി 4. ഗതിവിധി 4, സൂചന പടേ അവർ പ്രശ്നങ്ങൾക്ക് ഉത്തരലിഖേ. ഇവിടെ നിങ്ങൾക്കൊരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. സാധാരണ നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുക, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റർ തന്നിട്ട് പോസ്റ്ററിലുള്ളത് വായിക്കാം. ഇറാനി ഫിലിം പ്രദർശനം നടക്കാൻ പോവാണ്. ജന്നത്ത് കെ ബച്ചെ, ഫിലിമിൻ്റെ പേര് ജന്നത്ത് കെ ബച്ചെ എന്നാണ്. താരീഖ് എന്ന് പറഞ്ഞിട്ട് 25 നവംബർ 2024 സോമവാറാണ്. സമയം സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്കാണ്. സ്ഥാൻ AUP സ്കൂൾ പാലത്തോൾ, ബ്രാക്കറ്റിൽ സ്കൂൾ സഭാഗൃഹമേ. സ്കൂൾ സഭാഗൃഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം എന്നാണ് കേട്ടോ. ലാസ്റ്റ് സബ്കാ സ്വാഗതം. അപ്പോൾ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പോസ്റ്റർ കെ ആധാർ പർ ഫിലിം പ്രദർശനി കെ ലിയെ ഉദ്ഘോഷണ തയ്യാർ കരേ. എന്ത് ചെയ്യണം? ഒരു ഉദ്ഘോഷണ എന്ന് പറഞ്ഞാൽ അറിയിപ്പ് തയ്യാറാക്കാനാണ്. എന്തിനുള്ള ഉദ്ഘോഷണയാണ്? ഫിലിം പ്രദർശനി കെ ലിയെ, ചലച്ചിത്ര പ്രദർശനത്തിനുള്ള അറിയിപ്പ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അറിയിപ്പാണ് തയ്യാറാക്കുന്നത്. പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, AUP സ്കൂൾ പാലത്തോൾ മേ ഹിന്ദി ക്ലബ്ബ് കെ നേതൃത്വമേ ജന്നത്ത് കെ ബച്ചെ നാമക് ഇറാനി ഫിലിം പ്രദർശൻ 25 नवंबर 2024 सोमवार सुबह 10 बजे हमारे स्कूल सभागृह में होने वाले हैं. सभी विद्यार्थियों ठीक समय उपस्थित हो. അതായത് ആ പോസ്റ്ററിനെ നമ്മളൊരു അറിയിപ്പായിട്ട് മാറ്റുക. പോസ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു അറിയിപ്പ് പോലെ എഴുതുക. പ്യാരെ ബച്ചെ എന്ന് കൊടുക്കുക. AUP സ്കൂൾ പാലത്തോൾ ഹിന്ദി ക്ലബ്ബ് കെ നേതൃത്വമേ, AUP സ്കൂൾ പാലത്തോളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ, അതൊന്ന് കുറച്ച് ബോൾഡാക്കി കൊടുക്കുക. നമക് ഇറാനി ഫിലിം പ്രദർശൻ എന്ന പേരുള്ള ഒരു ഇറാനി ഫിലിം ഫെസ്റ്റിവൽ. ഇനി ഡേറ്റ് കൊടുക്കുക, 25 നവംബർ 2024 സോമവാർ സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക് ഹമാരെ സ്കൂൾ സഭാഗൃഹമേ, നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹോനെ വാല ഹേ, നടക്കാൻ പോകുന്നു. സബി വിദ്യാർത്ഥിയും ടീക് സമയ ഉപസ്ഥിതി ഹോ, എല്ലാ വിദ്യാർത്ഥികളും കറക്റ്റ് സമയത്ത് എത്തണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. കൂട്ടുകാർ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ, ഇത് എക്സാമിന് വരും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇറാനി ഫിലിം കാ നാം ക്യാ ഹേ, ആ ഇറാനി ഫിലിമിൻ്റെ പേരെന്താണെന്നാണ്. ആൻസർ ജന്നത്ത് കെ ബച്ചെ. അത് കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കൂടിയിട്ട് നിങ്ങൾക്ക് 5 മാർക്കാണ്. ഉദ്ഘോഷണ, അതായത് അറിയിപ്പ് എഴുതാൻ 4 മാർക്കും ഈ സിനിമയുടെ പേര് എഴുതാൻ 1 മാർക്കും, അങ്ങനെ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മിർസ ഗാലിബ് ഉർദു കെ ഷയർദെ, ഉർദു കവിയാണ്. ദുനിയാ ഹമീം, ലോകം നമ്മളെ. ഹമേശ യാദ് രഖേ, നമ്മൾ എപ്പോഴും ഓർക്കണം. ഷേർ മേം, വരികൾ. ദോ ലൈൻസ് ഹോത്തി ഹേ, ഷേർ എന്ന് പറഞ്ഞാൽ വരികളിൽ 2 ലൈൻസ് ഉണ്ടാവുന്നു. ഇനി ഹസാരോം സാൽ, 1000 വർഷം. കോൺ ജീത്ത ഹേ, ആരു ജീവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
അപ്പോൾ ഇതിങ്ങനെ മാച്ച് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിർസ ഗാലിബ് ഉറുദു കെ ഡാഷ് ദേ. മിർസ ഗാലിബ് എന്ന കവി ഉറുദുവിൻ്റെ ഡാഷ് ആണ്, കവിയാണ്. കവി എന്നതിന് പറയുന്ന ഒരു വാക്കാണ് ഷായർ. ഇത് നിങ്ങൾ ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. വൺ വേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മിർസ ഗാലിബ് ഉറുദു കെ ഷായർ ദേ. അപ്പോൾ ഷായർ എന്ന് മാർക്ക് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, മാച്ച് ദ ഫോളോയിങ്സിന് 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ 5 മാർക്ക് കേട്ടോ. ഇനി ലാസ്റ്റ് 6ാമത്തെ ഗതിവിധിയാണ്. ഇതും ഈസി ആയിട്ടുള്ളതാണ്. സൂചന പഠേ അവർ പ്രശ്നംക്ക് ഉത്തർ ലിഖേ. താഴെ തന്നിട്ടുള്ള സൂചനകൾ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. ചോദ്യം ഇതാണ്, ചിത്രയ്ക്ക് ആധാർ പർ വാക്യം കോ ക്രമബദ്ധ കരേ. ഈ ചിത്രം ആധാരമാക്കി ചിത്രം നോക്കിയിട്ട് വാക്യം കോ സെൻറ്റൻസുകളെ ക്രമബദ്ധ കരേ. താഴെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ABCD എന്ന് പറഞ്ഞിട്ട്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ ഓർഡർ ആക്കാനാണ്. ഓരോ ചിത്രം നോക്കാം. ഒന്നാമത്തെ പിക്ചറിൽ ഇവിടെ 1 നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരു അന്ധനായ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്ന പിക്ചറാണ്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ അദ്ദേഹം 2 കുട്ടികളെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് കുട്ടികളോട് എന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ. മൂന്നാമത്തെ പിക്ചറിൽ ഈ 2 കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നു. 4ാമത്തെ പിക്ചറിൽ അവസാനം ഇയാൾ കുട്ടികൾക്ക് കൈ കൊടുത്തിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഇതാണ് ചിത്രം. ഇനി നമ്മളിത് വായിച്ചിട്ട് ഇത് ഓർഡർ കറക്റ്റ് ആക്കാം. ഒന്നാമത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എന്താണ്, വേ ബഡി ഖുഷി സെ അന്ധേ വ്യക്തിക്ക് മദത് കർത്തി ഹേ. അവർ വളരെ സന്തോഷത്തോടെ അന്ധനായ മനുഷ്യനെ മദത് കർത്തേ ഹേ സഹായിക്കുന്നു. ഇത് എത്രാമത്തെയാണിത്? ഇത് എത്രാമതാണ് വരേണ്ടത്? 3ാമത്തെയാണ് അല്ലേ. അപ്പോൾ ഇത് 3ാമതായിട്ട് ഇതാണ് വരേണ്ടത്. ഇനി അടുത്തത്, കുച്ച് സമയ ബാദ് ഏക്ക് ലടുക്കി ഔർ ലടുക്ക ഉൻകെ പാസ് ആയേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. അത് 2ാമത്താണ്. അപ്പോൾ അത് 2. ഇനി അടുത്തത്, സടക്ക് പാർ കർണേക്കെ ബാദ് അന്ധാ വ്യക്തി ബച്ചോം കോ ഹസ്തദാൻ കർക്കെ അപ്പന പ്യാർ പ്രകട് കർത്തേ. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അന്ധനായ മനുഷ്യൻ കുട്ടികൾക്ക് കൈ കൊടുത്തിട്ട് സ്നേഹം പ്രകടിപ്പിച്ചു. ഇത് അവസാനത്തെ പിക്ചറാണ് 4. ഇനി ലാസ്റ്റ് വൺ, ഏക്ക് അന്ധാ വ്യക്തി സടക്ക് പാർ കർണേക്കെ ലിയേ ചൗരാഹോം പർ ഖടാ ഹേ. ഒരു അന്ധനായ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ചൗരാഹോം പർ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് 1ാമത്തെ പിക്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോ നമ്പർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അത് നിങ്ങൾ ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ 1 എന്ന് എഴുതിയിട്ട് ഡിയിലെ സെൻറ്റൻസ് എഴുതുക, 2 എന്ന് എഴുതിയിട്ട് ബിയുടെ സെൻറ്റൻസ് എഴുതുക, 3 എന്ന് പറഞ്ഞിട്ട് എ കൊടുത്ത സെൻറ്റൻസ് എഴുതുക, 4 സി എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി. ക്രമബദ്ധ കരെ പറഞ്ഞാൽ ക്രമത്തിലാക്കുക വേണ്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. തെറ്റായിട്ട് ക്രമത്തിൽ കൊടുത്തതിന് നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കിയാൽ മതി. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇസ്കേ ലിയേ ഉചിത് ശീർഷക് ദേ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കാനാണ്. ഞാനിവിടെ ഒരു 3 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ദൂസരോം കോ മദത് കരേ, മറ്റുള്ളവരെ സഹായിക്കൂ. പിന്നെ ഒന്ന് പ്യാർ, സ്നേഹം. പിന്നെ പരോപകാരം. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ. സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വരാം. 9ലെയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരട്ടെ. എല്ലാ കൂട്ടുകാർക്കും 25ൽ 25 മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.